പാലാ ടൗണിൽ കുരിശുപള്ളിയോട് ചേർന്ന് നിലനിന്നിരുന്ന CYML ഓഫീസ് കെട്ടിടം തകർന്ന നിലയിൽ. രാത്രി 1:30-ഓടെ സമീപവാസികൾ വലിയ ശബ്ദം കേട്ടതായി പറയുന്നു. ഇരുളിന്റെ മറവിൽ കെട്ടിടം തകർത്തതായാണ് പറയപ്പെടുന്നത്. സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നതെന്ന് CYML പ്രസിഡന്റ് സതീഷ് മണർകാട് പറഞ്ഞു. 79 വർഷമായി പാലായിൽ നിലനിൽക്കുന്ന ഒരു സംഘടനയെ തകർക്കാനുള്ള നീക്കം കുരിശുപള്ളി മാതാവിനോടുള്ള നീക്കമാണെന്നും സതീഷ് പറഞ്ഞു. 1947 മുതൽ 47 ഓഗസ്റ്റ് 15-ന് തുടങ്ങിയ ഒരു സംഘടനയാണ്. എൻ്റെയൊക്കെ പിതാക്കന്മാരാണ് ഇതിൻ്റെ സംഘാടകരും സ്ഥാപകരും. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. രാത്രി ഒരു 1:30 അയൽവക്കക്കാരൊക്കെ ശബ്ദം കേട്ടു, ഭീകരമായ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. ഇതെന്തോ തകർത്താണ്, സാമൂഹ്യ വിരുദ്ധർ തകർത്തതാണ്. എന്തിനാണ് അവരുടെ ഉദ്ദേശം, എന്താണ് ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. കാരണം ഇതുപോലെ പാലായിലെ എല്ലാ സാംസ്കാരികമായ പരിപാടികളിലും പള്ളിയുടെ പരിപാടികളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാലാ CYML. ഒരു 70-80 വയസ്സുള്ള പാലാക്കാരോട് ചോദിച്ചാൽ അറിയാം പാലാ CYML എന്താണ്. ഏതായാലും ഞങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ നമ്മുടെ എല്ലാ അംഗങ്ങളും എത്തിച്ചേരും, അതുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. അതേസമയം കുരിശുപള്ളിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങളും കേസും നിലവിലുണ്ട്. പഴയ കെട്ടിടത്തിന്റെ മച്ച് തകർന്നത് ഈയിടെ പുനരുദ്ധാരണം നടത്തിയത് പള്ളി അധികൃതർ നിർത്തിവെപ്പിച്ചിരുന്നു. പകരം 2 മുറികൾ നൽകാമെന്ന് അറിയിച്ചിട്ടും CYML മാറാൻ തയ്യാറായില്ല എന്നും പറയപ്പെടുന്നു. 1947 ഓഗസ്റ്റ് 15-നാണ് CYML സംഘടന പാലായിൽ രൂപീകൃതമായത്. പാലായിലെ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമാണ് സംഘടനയിലെ പ്രവർത്തകർ. പാലാ ജൂബിലി തിരുനാൾ വേളയിൽ CYML സംഘടിപ്പിക്കുന്ന പരിപാടികളും ശ്രദ്ധേയമാണ്. കെട്ടിടം തകർന്നതിൽ സംഘടനാ പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത്. സംഘടനാ വൈസ് പ്രസിഡന്റ് സോണി വലിയകാപ്പിൽ, ജനറൽ സെക്രട്ടറി റെജി ജോർജ് പുളിക്കൽ, സെക്രട്ടറി സജി അഗസ്റ്റിൻ പുളിക്കൽ, ട്രഷറർ അനൂപ് ടെൻസൺ വലിയകാപ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ ക്ലീറ്റസ് ഇഞ്ചിപ്പറമ്പിൽ, സന്തോഷ് മണർകാട്, സിബി കുറ്റ്യാങ്കൽ, സാജൻ മാത്യു പന്തപ്ലാക്കൽ, ഫിലിക്സ് ഡിങ്കൺ, ജോണി ജോസഫ്, അജി തോമസ്, ലിജോ ജോയി, ഷാജി മാത്യു, ബിജു ജോസഫ്, KM മാത്യു, കൂട്ടമ്പുഴ തുടങ്ങിയവരും പങ്കെടുത്തു. i4A ന്യൂസ്, പാലാ.